ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തയായ മത്സരാർത്ഥികളൊരാളായിരുന്നു ജാസ്മിൻ ജാഫർ. എന്നാൽ ഫിനാലെ കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിൻ തന്റെ ആദ്യ വീഡിയോ പങ്കിട്ടത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുമ്പിൽ വെച്ചായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും താൻ ഒരു പോസ്റ്റ് പോലും പങ്കിടാത്തത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തന്റെ കയ്യിലില്ലാതിരുന്നതിനാലാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാൽ അക്കൗണ്ടിന് എന്ത് സംഭവിച്ചെന്നോ പോലീസ് സ്റ്റേഷനിൽ പോയത് എന്തിനെന്നോ ജാസ്മിൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അഫ്സൽ അമീർ കയ്യിലാക്കിയെന്നും ജാസ്മിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അക്കൗണ്ടിന്റെ പാസ്വേഡും ഇമെയിൽ ഐഡിയും മാറ്റിയെന്നും ചില യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നിരുന്നു. അക്കൗണ്ട് കിട്ടാനായി അഫ്സലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെന്നും ഒടുവിൽ കരഞ്ഞു മെഴുകി അഫ്സൽ അത് കൈമാറിയെന്ന തരത്തിലുമായിരുന്നു വാർത്തകൾ. എന്നാൽ ഈ വാർത്ത ശരിയല്ലെന്നും അഫ്സൽ പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു മെഴുകിയിട്ടില്ലെന്നും പറഞ്ഞ് അഫ്സലിന്റെ സുഹൃത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസ് അഫ്സലിനെ വിളിച്ചപ്പോൾ ജോലി തിരക്കായതുകൊണ്ട് അഫ്സൽ ഫോൺ എടുത്തില്ല എന്നും സുഹൃത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അഫ്സൽ പോലീസിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ജാസ്മിന്റെ വീഡിയോക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ് ജാസ്മിന്റെ ആരാധകർ. ഒരുപാട് ഹേറ്റേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആരാധകരുമുള്ള ഒരു താരം കൂടിയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ.